الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ഒരു മാസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ പള്ളി എങ്ങനെയാണോ അങ്ങനെ നമ്മളെ പള്ളിയാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിലെ പ്രഥമ ശിഷ്യന്മാർ സഹാബാക്കൾ അവരെങ്ങനെയായിരുന്നോ റമദാനിനെ ഉപയോഗിച്ചത് അതുപോലെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് പോരായ്മകൾ വരും, കുറവുകൾ ഉണ്ടാകും. പക്ഷെ അത് തൗബ കൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും. അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. فَأُولَٰئِكَ يُبَدِّلُ اللَّهُ سَيِّئَاتِهِمْ حَسَنَاتٍ. ആ ഒരു മനസ്സുണ്ടായാൽ മതി, ആ തേട്ടമുണ്ടായാൽ മതി. കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്, എന്നാലും അള്ളാഹുവേ കുറവ് വരുന്നല്ലോ, തെറ്റുകൾ ഉണ്ടല്ലോ എന്ന ആ മാനസികാവസ്ഥയെ അള്ളാഹു പരിഗണിക്കും. അതാണ് തൗബ, അതാണ് ശരിക്കുള്ള ഇസ്തിഗ്ഫാർ. അപ്പൊ അവർക്ക് അള്ളാഹു യുബദ്ദിലുല്ലാഹു, അള്ളാഹു നേരെ പകരമാക്കി കൊടുക്കും. സയ്യിആതിഹിം, അവരുടെ തിന്മകളെ ഹസനാത്തിൻ, നന്മകളായിട്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു മാസം നമുക്ക് ലാഭ കച്ചവടം മാത്രമാണ്. തിജാറത്തുൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കാൻ വേണ്ട അങ്ങനത്തെ ഒരു മാസമാണ്. അതുകൊണ്ട് നല്ല നീയത്തോടു കൂടി വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ. സൗം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാക്കർത്ഥം അറബി ഭാഷയിൽ ലുഗത്തൻ സിയാം അല്ലെങ്കിൽ സൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക്, പിടിച്ചു വെക്കൽ. അപ്പൊ സ്വാമ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോമ്പെടുത്തു എന്ന് പറയും. അറബികൾക്ക് അവരുടെ സംസാര ഭാഷയിൽ സ്വാമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എന്നതിൻ്റെ അർത്ഥം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞു, മറിയമിനോടും നോമ്പെടുക്കാൻ പറഞ്ഞു. എന്തായിരുന്നു ആ നോമ്പ്? അൽ ഇംസാക്ക്, സംസാരിക്കാതിരിക്കൽ, സംസാരത്തെ പിടിച്ചു വെക്കൽ. ഖാല റബ്ബി ജഅൽനി ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ. അതാണ് വാക്കർത്ഥം. എന്നാൽ ശറഅൻ, ദീനുൽ ഇസ്ലാമിൽ സൗമ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അത്തഅബ്ബുദു ലില്ലാഹി തആല ബിൽ ഇംസാക്കി അനി ത്വആമി വശറാബി വൽജിമാഇ വസാഇരിൽ മുഫത്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. ഇതാണ് സൗമിന്റെ തഅരീഫ്, നിർവചനം. അത്തഅബ്ബുദു ലില്ലാഹി തആല, അതാണ് മെയിൻ പോയിന്റ്. അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന നീയത്തോടു കൂടി, വെറുതെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഓരോ നോമ്പിനും അതിൻ്റെ തുടക്കത്തിൽ മനസ്സിൽ ആ നീയത്ത് വരണം, എല്ലാ ദിവസവും വരണം. അത്തഅബ്ബുദു ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവന് ഇബാദത്ത് ചെയ്യുകയാണ് എന്ന നീയത്തോടുകൂടി. ബിൽ ഇംസാക്ക്, എങ്ങനെ? പിടിച്ചു വെച്ചുകൊണ്ട്. അനി ത്വആമി വശറാബി വൽജിമാ, പ്രധാനമായും ഭക്ഷണം, വെള്ളം, ഭാര്യാഭർത്തൃ ബന്ധം, ജിമാ, അതിനെ പിടിച്ചു വെക്കുക. വസാഇരിൽ മുഫത്തിറാത്ത്, അതേപോലെ നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന മറ്റുള്ള കാര്യങ്ങളും അത് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന് ഇബാദത്തായിട്ട് ഈ കാര്യങ്ങളെ ഫജ്ർ മുതൽ മഗ്രിബ് വരെ പിടിച്ചു വെക്കൽ, അതാണ് സൗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം. പരിശുദ്ധ റമദാനിന്റെ സൗമ്, റമദാനിലല്ലാതെയും സൗമുണ്ട്. മുഹറത്തിലുണ്ട്, തിങ്കളും വ്യാഴവും ഉണ്ട്, അയ്യാമുൽ ബീദിന്റെ 3 ദിവസമുണ്ട്, യൗമു അറഫ നോമ്പ് സുന്നത്തുണ്ട്, പിന്നെ നേർച്ച ആയിട്ടുള്ള നോമ്പുകളുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നേർച്ചയായിട്ടുള്ള നോമ്പുകളുണ്ട്, കഫാറയായിട്ടുള്ള നോമ്പുകളുണ്ട്. അതിനെല്ലാം അർത്ഥം തന്നെ. പക്ഷെ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് അത് അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട ഒരു റുക്കനായ നോമ്പാണ്. അത് ഒഴിവാക്കാൻ പറ്റൂല. ഒരാൾ മനഃപൂർവ്വം
അറിഞ്ഞ് നോമ്പ് എന്ന നിർബന്ധമായ ഒരു കർമ്മത്തെ നെവർ മൈൻഡ് ചെയ്ത് ഒഴിവാക്കിയാൽ അയാൾ കുഫറിലായി പോകും. കാരണം എന്താ? ഇസ്ലാം കാര്യങ്ങളിൽ 5-ൽ 1 നോമ്പ് എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സൗമു റമദാൻ വാജിബുൻ ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും നോമ്പ് വാജിബാണ്. സുന്നത്തെന്ന് പറയാൻ പറ്റൂല, വേണമെങ്കിൽ പിടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റൂല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അവതരണമോ അതിന്റെ സബബുകളോ അതിലെപ്പോ ഇറങ്ങി എന്തിനിറങ്ങി ഇതൊന്നും അറിയാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നോമ്പ് എങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നോമ്പ് പിന്നെ ഇല്ലാണ്ട് നിൽക്കാം. ഇല്ല, നോമ്പ് കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും. എന്താ ഇജ്മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്താലും നോമ്പ് വാജിബായ സംഗതിയാണ്. വഹുവ റുക്നു റാബിഉ മിൻ അർക്കാനിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ റുക്നുകളിൽപ്പെട്ട 4ാമത്തെ റുക്നാണ്. ഹിജറയുടെ 2ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇനി ആർക്കാണ് ഈ നിർബന്ധമായ വാജിബായ നോമ്പ് എടുക്കൽ നിർബന്ധം? അതിന് ചില ഷർത്തുകളുണ്ട്. 1, അൽ ഇസ്ലാം. ഓനാരായിരിക്കണം? അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ ഇതുപോരാ, 2 ഇഞ്ച് വെട്ടിയാ മുസ്ലിം ആവൂല. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബൂബക്കർ, ഉസ്മാൻ, അലി, ഉമർ പേര് വെച്ചത് കൊണ്ടും മുസ്ലിം ആവൂല. ഗവൺമെന്റ് ലിസ്റ്റിൽ OBC എന്ന പേര് വന്നതിനെ കൊണ്ടും മുസ്ലിം ആവൂല. കന്തൂറയിട്ടു, താടി വെച്ചു, തൊപ്പിയിട്ടു, നിസ്കാരത്തേമ്പുണ്ട്, മോതിരമുണ്ട്, പിന്നെ തസ്ബീഹ് മാലന്റെ വളയുണ്ട്, അതുകൊണ്ടും മുസ്ലിം ആവൂല. അത് വളരെ ഉറപ്പിച്ച് മനസ്സിലാക്കണം. അതാണ് സത്യം. കോലം കൊണ്ട് മുസ്ലിം ആവാൻ സാധ്യമേ അല്ല. കാരണം ഇസ്ലാം എന്ന പദത്തിന്റെ നിർവചനം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. തൗഹീദോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞവൻ അവനാണ് മുസ്ലിം. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ചിന്തിക്കാതെ റബ്ബിന്റെ കൽപ്പന വന്നാൽ അവനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലി. ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ഒഴിവാകുന്നവനുമാണ് മുസ്ലിം. അപ്പൊ ഈ 3ന്റെയും എതിരൊരുത്തം ചെയ്താൽ, ഒന്ന് തൗഹീദോട് കൂടിയുള്ള ഇസ്തിസ്ലാം ഉണ്ട്, തൗഹീദോട് കൂടിയില്ല. മനസ്സിലായോ? കാരണം ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ അമലുകളുടെ കാര്യത്തിൽ ചിലപ്പം മുവഹിദിനേക്കാൾ മുന്നിലായിരിക്കും. 70,000 ദിക്ർ ഒരുമിച്ച് ചെല്ലാന്ന് പറഞ്ഞാൽ ചില സംഗതിയാ. ഇസ്തിസ്ലാം ഉണ്ടാവും, ഹറാമ് തൊടുന്നുണ്ടാവൂല, ഹറാമ് നോക്കൂല. പെണ്ണുങ്ങളൊക്കെ ഫുൾ ഹിജാബിലാണ്, കണ്ണുവരെ പുറത്തുണ്ടാവൂല. പക്ഷെ ബിത്തൗഹീദ്, അങ്ങനെ ഇസ്തിസ്ലാം ചെയ്യണം തൗഹീദോടുകൂടെ. 2ാമത്തെ വൽ ഇൻഖിയാദ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമെ, അല്ലാഹുവിനെ അനുസരിക്കണം. റബ്ബെ എന്ത്, എപ്പോ, എങ്ങനെ ചോദ്യമൊന്നുമില്ല. അസ്ലം, അനുസരിക്കാൻ പറഞ്ഞു. ആ ശരി, ഞാൻ അനുസരിച്ചിരിക്കുന്നു. പക്ഷെ അനുസരിക്കാൻ പറഞ്ഞത് ഏത് കാര്യത്തിലാണെന്ന് പിന്നെ വന്നപ്പോ മനസ്സിലായത്. ഭയങ്കര എന്നെ അനുസരിക്കൂന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോ ശരി, എന്നാ പിന്നെ അനുസരിക്കുന്നു നോക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ കൊടുത്ത് ഇബ്രാഹിമിനെ പരീക്ഷിച്ചു. ആ ഓരോന്നിനും ഇബ്രാഹിം എന്ത് ചെയ്തു? പറഞ്ഞ പോലെ അനുസരണ പൂർത്തിയാക്കി തന്നു. അപ്പൊ എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിമെ, നീ പക്ക മുസ്ലിമാണ്, ഞാൻ നിന്നെ മാലോകരുടെ നേതാവായി സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം പറഞ്ഞു, കോലോമിന്തുട്ടിയത്തി, എന്നാ പിന്നെ എന്റെ മക്കളെ അങ്ങനെ തന്നെ ആക്കണേ. മക്കളെ അങ്ങനെ ആക്കാൻ പറ്റൂല. മക്കൾ നിന്റെ വഴിക്ക് വന്നാൽ അവരെയും ഞാൻ ആക്കിക്കോളാം. അപ്പൊ ഇബ്രാഹിമിനെ പോലെ അലൈഹിസ്സലാം തൗഹീദും അനുസരണയും ഉണ്ടെങ്കിൽ. 3ാമത്തേത് വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലി. ശിർക്കുമായിട്ടും ബന്ധമില്ല, ശിർക്ക് ചെയ്യുന്നവരുമായിട്ടും ഇവന് ബന്ധം ഉണ്ടായിക്കൂടാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പോലെ ഇന്നനി ബരീഉൻ മിമ്മാ തുശ്രികൂൻ. നിങ്ങൾ ശിർക്കാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ്, എന്നെ ആ കൂട്ടത്തിൽ നിങ്ങൾ പെടുത്തണ്ട. ഞാൻ വേറെ, നിങ്ങൾ വേറെ. ഇതാണ് മുസ്ലിം. ആ മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമാവുന്നത്. പേര് കൊണ്ട് മുസ്ലിം ആയവന് നോമ്പ്
നിർബന്ധമില്ല. ഓന്റെ പേര് RSP. ഏത്? റമദാൻ സ്പെഷ്യൽ പാർട്ടി. നോമ്പ് കഴിഞ്ഞ് ശവ്വാലിന്റെ പിറ കാണലോടുകൂടി ഓന്റെ റമദാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. പക്ഷെ മുവഹിദിന്റെ റമദാൻ കഴിയൂല. 30 ദിവസം പള്ളിയിലുണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ഇസ്ലാമിന്റെ, വേണമെങ്കിൽ ഇപ്പം പുരക്ക് മറ്റേതിനെ തൂക്കാൻ തുടങ്ങും. നക്ഷത്രത്തിന്റെ വിളക്ക്, നിലാവിന്റെ വിളക്ക്, പിന്നെ ഒരു പച്ചക്കൊടി. ഈ കേരളത്തിലതില്ല. കേരളം വിട്ടാൽ തമിഴ്നാട്, അതേപോലെ UP പോയാൽ അതെല്ലാം ഉണ്ട്. ഒരു പച്ചക്കൊടി പൊക്ക നോമ്പാവുമ്പം. ശവ്വാൽ 1 സിനിമ തിയേറ്ററിന്റെ മുമ്പിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ടാവും. നമ്മളെ ഷാറൂഖ് ഖാന്റെ, സൽമാൻ ഖാന്റെ എല്ലാം റമദാൻ സ്പെഷ്യൽ ഫിലിം എന്ത് ചെയ്യും? പെരുന്നാളിന് റിലീസാവും. അത് റമദാൻ സ്പെഷ്യൽ പാർട്ടി പോയി കാണുകയും ചെയ്യും. ഇവൻ കാണൂല, മുസ്ലിം അതിന് പോവില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്ന് മുസ്ലിം ആയിരിക്കും, അഥവാ മുവഹിദായിരിക്കണം. രണ്ടാമത്തത് ബാലിഗുൻ, പ്രായപൂർത്തിയായിരിക്കണം. അല്ല, പ്രായപൂർത്തിയാവുന്നത് 3-ൽ 1 കാര്യം ഉള്ളവൻ. ഒന്നുകിൽ കുട്ടികൾക്ക് മനിയ് പുറപ്പെടുക, അല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക, അതുമല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്തെ രോമം വളരുക. ഇതാണ് ആണുങ്ങളുടെ. പെൺകുട്ടികൾക്ക് ഹൈദുണ്ടാവുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും. ഇതോടുകൂടി അവൻ ബാലിഗായി. ഉപ്പാന്റെയും ഉമ്പാന്റെയും ഉത്തരവാദിത്തം അന്ന് തൊട്ട് ഖലാസ്. അതുവരെ മക്കൾ ചെയ്യുന്ന നന്മകളുടെ കൂലി ഉപ്പാക്കും ഉമ്മാക്കുമാണ്. പിന്നെ മക്കൾക്കോ, അവർക്ക് ബാലിഗായി കഴിഞ്ഞാൽ ചെയ്യാനുള്ള തർബിയത്താണ്. അതുവരെ കൂലി ഉപ്പാക്കും ഉമ്മാക്കും. അതുകൊണ്ട് തന്നെ ബാലിഗാകുന്നവരെ മാതാപിതാക്കൾ ഇവരെ ബേക്ക് തന്നെ നിൽക്കണം. 7 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും എന്താവൂല? ബുലൂഗാവൂല, പ്രായപൂർത്തിയാവൂല. പക്ഷെ 7 വയസ്സായി കഴിയുമ്പോൾ എന്ത് തുടങ്ങണം? കൽപ്പന തുടങ്ങണം. 7 വയസ്സായാൽ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. കൽപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്കരിക്കും മോനെ, പൊന്നു മോനല്ലേ, നോമ്പെടുക്കും മോനെ, നല്ല മോനല്ലേ, അങ്ങനെ പറയാനല്ല, ആജ്ഞാപിക്കലാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ. 7 വയസ്സായാൽ. 10 വയസ്സായി, പ്രായപൂർത്തിയായിട്ടില്ല. 10 വയസ്സായാലും ബാലിഗായിട്ടില്ല. പക്ഷെ 10 വയസ്സായാൽ അടി കൊടുക്കണം. അവിടെ 2 ഗുണമുണ്ട്. 10 വയസ്സ് വരെയുള്ള മക്കള്, പ്രായപൂർത്തിക്ക് മുമ്പുള്ള മക്കള് ദീനിന്റെ കാര്യങ്ങള് പക്വമായി ചെയ്തു തുടങ്ങിയാൽ കൂലിപ്പാക്കുമാക്കും പോവും. ഇനി അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോഴോ, അതിന് മുമ്പ് ചെയ്ത ആദത്തിൽ അവർ ഈസി ആയിട്ട് അതങ്ങ് പാലിച്ച് മുന്നോട്ടും പോകും. 10 വയസ്സ് വരെ ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ 18 പണിയെടുത്താലും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അത് ഉറപ്പാണ്. മക്കൾക്ക് 20 വയസ്സായി, 25 വയസ്സായി, ഇപ്പോഴാണ് ഉപ്പാക്ക് ദീൻ കിട്ടിയത്. അപ്പൊ ആ ഉപ്പ വിചാരിക്കും മക്കളെ നന്നാക്കാൻ കിട്ടൂല. ഇല്ലാ മൻഷാ അല്ലാഹ്. ഇവന്റെ ദുആയും ആഗ്രഹവും അള്ളാഹിന്റെ മുമ്പിലുള്ള കരച്ചിലും ഒക്കെ പരിഗണിച്ച് അള്ളാഹു ആക്കിയാലായി. ഇല്ലെങ്കിൽ നമ്മളായിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂല. കാരണം എന്താ അറിയോ? 10 വയസ്സെന്ന വയസ്സിനെ നിശ്ചയിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തെ 1-ാം നമ്പർ മുറബ്ബിയായ, തർബിയത്ത് കൊടുക്കുന്ന ആളാണ് ആ വയസ്സ് നിശ്ചയിച്ച്. അവിടെ 10 വയസ്സായാൽ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലായത് കൊണ്ട് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ അതിന്റെ ബാക്കിൽ വന്നു. അപ്പൊ ബുലൂഗാവലോടുകൂടി എന്തായി? അമൽ പിന്നെ അവർക്ക് വ്യക്തിപരമായി നിർബന്ധമായി അവരുടെ കിതാബ് ഓപ്പണായി. പ്രായപൂർത്തി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ മുസ്ലിമീങ്ങൾ പഠിക്കല് നിർബന്ധമാണ്. കാരണം ഹിഫ്ള് ചെയ്യല് വാജിബാണ്. ചില ആളുകൾക്ക് പറ്റൂല. ഈ എന്തുണ്ടാവും? ഹിഫ്ളിന്റെ ക്യാച്ച് ചെയ്യാനുള്ള പവർ കുറവുണ്ടാവും. അവർക്ക് ഉദറുണ്ട്. അങ്ങനെ ഫാത്തിഹ അറിയാത്ത ഒരാൾ നിസ്കരിക്കുമ്പോ എന്താ പറയണ്ടേ? ഫാത്തിഹ ഓതിയല്ലേ പറ്റുള്ളൂ. ചില മനുഷ്യന്മാരുണ്ട് ഫാത്തിഹ അവർക്ക് മനപ്പാടാക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഓതാനും കഴിയില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാ പറയണ്ടേ ഫാത്തിഹക്ക് പകരം. അറിയില്ലെങ്കിൽ 80 വയസ്സായി അന്നേരം മുസ്ലിമായത്. ഇനി പഠിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റുന്ന സംഗതിയല്ല. ഹിഫ്ളായി കിട്ടൂല. ഹിഫ്ളിന് ശ്രമിക്കുക. നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ തസ്ബീഹാത്തുകൾ പറയാ. അതിന്റെ കാരണം ഉലമാക്കൾ പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ പറയുന്ന വർത്തമാനം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 വാക്കുകളാണ്.
അതാണ് നിസ്കാരത്തിൽ പറയേണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ഉലമാക്കൾ പറഞ്ഞു, മക്കൾക്ക് മാതാപിതാക്കള് സ്വന്തം സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാൻ ശ്രമിക്കണം. മദ്രസയിൽ വിടുന്നതിന് മുമ്പ് ഉപ്പയും ഉമ്മയും അവർക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം അവര് പഠിപ്പിച്ചാൽ ഇനി മരിക്കുന്നവരെ ആ മക്കൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫാത്തിഹ ഓതാൻ പോവാണ്. ആ കൂലി ഉപ്പാക്കും ഉമ്മാക്കും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സ്വന്തം മെനക്കെട്ടിട്ട് പ്രായപൂർത്തിക്ക് മുമ്പ് അവരെന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ എങ്കിലും കാണാപ്പാഠം പഠിപ്പിച്ചിരിക്കണം. പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ പഠിച്ച പോലെ പഠിപ്പിക്കരുത്. എങ്ങനെ? അൽഹംദുവിന് പകരം അൽഹംദു. പിന്നെ സിറാത്തുല്ലദീന അൻഅം, അധികം ആൾക്ക് തെറ്റും. സിറാത്തുല്ലദീന അൻഅംത, അധികം എന്താ പറയാ? അൻഅംത. അത് തെറ്റാണ്. താക്ക് പകരം ദാല് വന്നാൽ അർത്ഥം പോയി. നിഅമത്ത് എന്നതിന് നിഅമത്ത് എന്നൊരു വാക്ക് അറബിയിലില്ല. അങ്ങനെ പഠിപ്പിക്കരുത്. അപ്പൊ എന്ത് വേണ്ടി വരും? പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജോലി എന്ന് പറയുന്നത് അതാണ്. ദീൻ പഠിക്കല്, ദീൻ പഠിപ്പിക്കല്, ദീനനുസരിച്ച് ജീവിക്കല്, അങ്ങനെ മരിക്കുന്നവരെ ഇങ്ങനെ പോക്ക്, അതാണ് ദീൻ. അപ്പൊ ബാലിഗായി കഴിഞ്ഞാൽ നോമ്പ് മക്കൾക്ക് എന്തായി? വ്യക്തിപരമായി നിർബന്ധമായി. പിന്നെ ആരാവണം? നോമ്പെടുക്കണമെങ്കിൽ ആഖിലാവണം. എന്ത് വേണം? ബുദ്ധി ഉണ്ടാവണം. ഭ്രാന്തായി അള്ളാഹു കാക്കട്ടെ. അതല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന, ബോധക്ഷയം ബാധിച്ചു, അങ്ങനെ മറ്റെന്തെങ്കിലും വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല. ഖാദിറുൻ അല സൗം, അതേപോലെ നോമ്പെടുക്കാൻ കഴിവുള്ളവനുമായിരിക്കണം. രോഗിയാണ്, നോമ്പെടുക്കണ്ട. വയസ്സരായി ആണും പെണ്ണിനും നോമ്പെടുക്കാൻ കഴിയില്ല, എടുക്കണ്ട. യാത്രയിലാണ്, നോമ്പെടുക്കണ്ട. ഖുദ്റത്ത് ഉണ്ടാവുക എന്നുള്ളത് സൗമിന്റെ ഷർത്താണ്. ഖുദ്റത്ത് ഇല്ലാത്ത ഒരാള് ശ്രദ്ധിക്കേണ്ട മസലയാണ്. ഒരു രോഗി, അയാൾക്ക് ഡെയിലി മരുന്ന് കഴിക്കല് നിർബന്ധമാണ്. ഡോക്ടർമാർ പറഞ്ഞു, കള്ള ഡോക്ടർ, ചൈന ഡോക്ടർമാരല്ല, പരിചയ സമ്പത്തുള്ള, നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ ചതിക്കൂലാന്ന് നമുക്ക് അറിയുന്നൊരു ഡോക്ടർ പറഞ്ഞു, നോമ്പെടുക്കരുത്, ഇത് രാവിലെ കഴിച്ചേ പറ്റൂ, ഉച്ചയ്ക്ക് ഈ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ നോമ്പെടുക്കാൻ ഖുദ്റത്തുള്ള ആളല്ല, ഇയാൾ രോഗിയാണ്. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ഇമാമിന്റെ ക്ലാസ് എല്ലാം കേട്ട് നോമ്പെടുക്കാനുള്ള ആശയും പൂതിയും വന്നിട്ട് നോമ്പെടുത്തു, അതിലങ്ങ് മരിച്ചു. ഫഹുവ ആസിം, ഓൻ കുറ്റക്കാരനാണ്. നമ്മളെന്ത് പറയും? മാഷാ അല്ലാഹ്, നോമ്പെടുത്തിട്ട് മരിച്ചു, ആത്മഹത്യ ചെയ്തു. അദ്ദീനു യുസ്റുൻ, ദീൻ എളുപ്പമാണ്. പക്ഷെ അതിനെ ബുദ്ധിമുട്ടാക്കുന്നത് ആരാ? നമ്മൾ തന്നെയാ ബുദ്ധിമുട്ടാക്കുന്നത്. നോമ്പെടുക്കാൻ പാടില്ല. കാരണം സൗമിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് നോമ്പെടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഇതാണ് നോമ്പിന്റെ ശുറൂത്തുകൾ. യസ്ബുതു ദുഖൂലു റമദാൻ ബിറുയത്തി ആദിലിൻ ഔ ബിതമാമി ശഅബാൻ 30 യൗമൻ. എപ്പോഴാ നോമ്പെടുത്ത് തുടങ്ങേണ്ടത്? നീതിമാന്മാരായ, അപ്പൊ മുശ്രിക്ക് പറ്റൂല, ഫാസിഖ് പറ്റൂല, സുന്നത്തിനെ കൊല്ലുന്ന ആള് പറ്റൂല, ആദിലാവണം. നീതിമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആള് മാത്രമല്ല, ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ പാലിക്കുന്ന ആളാവണം, ആദിൽ. അങ്ങനെ നീതിമാന്മാരായ ആള് പിറ കണ്ടു എന്ന് പറയലോടുകൂടി നോമ്പ് സ്ഥിരപ്പെട്ടു. മുശ്രിക്ക് കണ്ടാലോ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹിനോട് തന്നെ കള്ളത്തരം കളിക്കുന്നവനാ, പിന്നെ നമ്മളോട് കണി കണ്ടുക്കുവോ? അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തവനാ, പിന്നെ നമ്മളോട് ഹക്ക് പൂർത്തിയാക്കോ? നമ്മളെ ചതിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുവോ? ഇല്ല. വിദ്യാർത്ഥി ചെയ്യുന്നവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ഷഹാദത്തിനെ ബാത്തിലാക്കിയ മനുഷ്യനാണ്, സ്വീകരിക്കാൻ പറ്റൂല. താടി പഠിച്ചവൻ സാക്ഷിയാവൂല, ആദിലാവൂല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ സത്യസന്ധരായ, വിശ്വസ്തരായ, നീതിമാന്മാരായ ആളുകൾ പിറ കണ്ടു എന്നുറപ്പിച്ചലോടുകൂടെ നോമ്പ് തുടങ്ങലായി. അല്ലെങ്കിലോ ഔ ബിതമാമി 30 യൗമൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ 30 ദിവസം പൂർത്തിയാക്കിയിട്ട് റമദാൻ ഒന്ന് തുടങ്ങും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി, പിറ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക. വഅഫ്തിറു ലിറുയതിഹി, പിറ കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. ഇത് ശവ്വാലിന്റെ പിറ കണ്ടാൽ റമദാൻ അവസാനിപ്പിക്കുക. ഫഇൻ ഗുബ്ബിയ അലൈക്കും,
പിറ കാണാത്ത തരത്തിൽ മേഘാവൃതമായി ആകാശം, നിങ്ങൾക്ക് നോക്കുമ്പോൾ തിരിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്തോളൂ നിങ്ങള്? ഷാബാൻ 30 പൂർത്തിയാക്കിയിട്ട് പിന്നെ ഒന്ന് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ വലിയ തർക്കത്തിന്റെയും പ്രശ്നത്തിന്റെയും കാര്യമില്ല. പക്ഷെ സംഘടനകൾക്കാണ് പ്രശ്നം. നമ്മൻ തീരുമാനിച്ചിട്ട് നോമ്പെടുത്താൽ മതി. ഇപ്പൊ മറ്റോ പറയും വേണ്ട, നമ്മൻ തീരുമാനിച്ചിട്ട് എടുത്താൽ മതി. നമ്മളെപ്പോലത്തെ പാവങ്ങൾ അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക? ആ അവസ്ഥയിലാണ് ഇന്നുള്ളത്. ചില ആൾക്കാർ പറയും ഇന്ന് ഷാബാൻ 29 ചില ആൾക്കാർ പറയുന്നത് ഷാബാൻ ഇന്ന് 28 എന്താക്കും ഇപ്പൊ നമ്മള്? ഈ ഉമ്മത്തൊന്ന് ഇങ്ങനെ ആയി കണ്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഷാബാൻ 29 എന്നാ മനസ്സിലാവുന്ന. ഷാബാൻ 29 എന്നാ മനസ്സിലാവുന്നത്. കാരണം ഷിയാക്കള് ഷാബാൻ 1 തുടങ്ങി നമ്മൾ നോക്കൂല. ഷിയാക്കൾ എപ്പോ തുടങ്ങിക്കോട്ടെ. ഖുബൂരികൾ, ഖുറാഫികൾ അവരെപ്പോ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പം ഈ ഡേറ്റ് ചോദിക്കുമ്പോൾ എന്താ അറിയോ? അവരെപ്പോഴാണ് ഷാബാന്റെ നോമ്പെടുത്തത്? അതിന് അവര് അങ്ങനത്തെ നോമ്പേ ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ സബബാക്കുക, ഒരു കാരണമായിട്ട് എങ്ങനെ നമ്മൾ ചോദിക്കുക? ആശയക്കുഴപ്പം. നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാനും നിങ്ങൾ ഒരാളെ പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ കണ്ട് ഇപ്പൊ കണ്ടാൽ നേരെ നമുക്ക് ഇങ്ങോട്ട് കയറാം. ഖലാസ്, നമുക്ക് നോമ്പങ്ങ് തുടങ്ങാം, അത്രേ ഉള്ളൂ. സൗദി നാളെ ഉറപ്പിച്ചില്ലേ? ശരിക്കും അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സൗദിനെ നോക്കിയാൽ മതി. നമ്മൾ അടുത്തുള്ള ഇസ്ലാമിക രാജ്യമാണ് സൗദി, അതിനെ നോക്കിയാൽ മതി. ആർക്കും ഒരു പ്രശ്നമില്ല. ലോകം മൊത്തം ഒരേപോലെ ആക്കാം. പക്ഷെ അങ്ങനെ നോക്കിയാൽ പിന്നെ നമുക്ക് എന്താ വില? നമ്മളിങ്ങനെ ഇരിക്കണ്ടേ? ഇന്ന് മഗ്‌രിബിന് കസേരയും മേശയും ക്യാമറയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഫോൺ ഇവിടെ നിന്ന് എടുക്കുന്നു, മറ്റേ ഫോൺ ആണെന്ന് എടുക്കുന്നു. ആ ഫോൺ കണ്ട ഇല്ല, കണ്ടില്ലേ? സൗദിനെ നോക്കിയാൽ പിന്നെ അത് കിട്ടൂലല്ല. എല്ലാവരും ഒരേപോലെ ആയില്ലേ? എല്ലാം ഇതാണ് പ്രശ്നം. അവരവർക്കുള്ള ആ കസേരയും ആ ഒരു ഇസ്സത്തും അതൊന്നും വിട്ട് കളിക്കാൻ, അത് ദീന്റെ കാര്യത്തിൽ വരെ ഉമ്മത്തിനോട് കാണിക്കുന്ന ചതിയല്ലേന്ന്. ഉമ്മത്തിനോടുള്ള ഒരു ക്രൂരതയല്ലേ ആ കാണിക്കുന്നത്. ഏറ്റവും ബെറ്റർ അതാണ്. സൗദി ഇസ്ലാമിക രാജ്യമാണ്. നമ്മൾ അങ്ങോട്ടാ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് തന്നെ. അവരെ മാതൃകയാക്കിയിട്ട് അങ്ങ് പോവാ, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഖൈർ. അതേപോലെ അങ്ങനെ നോമ്പായി കഴിഞ്ഞാൽ ലാ യസിഹു സൗമുൽ ഫർദി, ഫർദായ നോമ്പ് ശരിയാവുകയില്ല. ഇല്ലാ ബിനിയത്തിൻ മിനൽ ലൈലി, രാത്രിയിൽ നിയ്യത്ത് വെക്കൽ കൊണ്ടല്ലാതെ. ബാക്കി നോമ്പിനോ ഫർദായ നോമ്പെന്ന് പറയൽ കൊണ്ട് എന്ത് പുറത്തു പോയി? സുന്നത്തായ നോമ്പിന് രാത്രിയിൽ എന്ത് വേണ്ട? നിയ്യത്ത് വേണ്ട. അത് രാവിലെ സവാലിന് മുന്ന്, ഉച്ചക്ക് മുമ്പ് നിയ്യത്തുണ്ടായാൽ മതി സുന്നത്ത് നോമ്പിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോകും പകൽ സമയത്ത്. അവരോട് ചോദിക്കും എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന്. അതാ രീതി. ഒരു വീട്ടിലില്ല, അപ്പൊ മറ്റേ വീട്ടിൽ പോയി അങ്ങനെ 9 ഭാര്യമാരടുത്തും പോയി. ആരെടുത്തും ഇല്ല. എന്നാ പിന്നെ എനിക്ക് ഇന്ന് നോമ്പാണ് രാവിലെ. അപ്പൊ സുന്നത്ത് നോമ്പിന് രാവിലെ നീയത്ത്, ഫർദ് നോമ്പിന് രാത്രിയിൽ നീയത്ത് വെച്ചേ പറ്റുള്ളൂ. നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നവൈത്തു സൗമഗദിൻ. അതൊരു രസമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. അത് ഇമാമു തറാവീഹിന് ശേഷം പറയുന്നത് കേട്ടാലേ നമുക്കൊരു റാഹത്താവുള്ളൂ. പക്ഷെ അത് ബിദ്അത്തുൻ മുൻകറ, വെറുക്കപ്പെട്ട ബിദ്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയ്യത്തും നാവ് കൊണ്ട് ഉച്ചരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടറിയോ? അത് ബുദ്ധികേടാണ്. നവ എൻവി എന്ന് പറഞ്ഞാൽ കരുതുക എന്നർത്ഥം. കരുതല് നാവുകൊണ്ടാ. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, നാവുകൊണ്ട് എങ്ങനെ വിചാരിക്കുക? കൽബ് കൊണ്ടല്ലേ. അപ്പൊ ഖൽബിയായ റുക്നാണ് അന്നിയ്യതു മഹല്ലുഹാ അൽ ഖൽബു. നിയ്യത്തിന്റെ സ്ഥലം ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിൽ രാത്രി എന്ത് ചെയ്യാം? നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ ഫർദായ നോമ്പെടുക്കും. ഖലാസ്. അത് രാത്രിയിൽ തന്നെ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഹദീസി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ലം യുബയ്യിത് സിയാമ മിനൽ ലൈലി ഫലാ സിയാമ ലഹ്. രാത്രിയിൽ നിയ്യത്ത് വെക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്തില്ല? നോമ്പില്ല. അപ്പൊ കച്ചവടത്തിന്റെ തിരക്കുള്ള മനുഷ്യന്മാരൊക്കെ ശ്രദ്ധിച്ചോളണം. തറാവീഹിനും ഖിയാമിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ പെരുന്നാളിന്റെ കച്ചവടമൊക്കെ വന്നിട്ട് ആ തിരക്കിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. എന്തേ ഓർമ്മയുണ്ടാവുള്ളൂ? നാളെ ഇപ്പൊ എത്ര മണിക്കാ തുറക്കണ്ട്, നാളെയും കസ്റ്റമർ വരുമല്ലോ, ആ ഓർമ്മയിലാ കിടക്കുക, നീയത്ത് ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അമ്മൻ നഫ്ലു, സുന്നത്തായ നോമ്പ്, ഫയജൂസു അഖ്ദ നിയതിഹി ഫിന്നഹാരി ഖബ്ല സവാൽ. ഉച്ചക്ക് സൂര്യൻ നേരെ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ്
പകൽ സമയത്ത് അതിൻ്റെ നോമ്പ് നിയ്യത്ത് മതിയാവും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ദഖല അലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഫഖാൽ ഹൽ ഇൻദകും ഷൈ, ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ. ഖുൽനാ ലാ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുമില്ല. എല്ലാ ഭാര്യമാരും നോക്കിയ അവസ്ഥ, ഒരു വീട്ടിൽ ഒന്നുമില്ല ഒരു ദിവസം. ഖാല, അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഇദൻ സായിമുൻ, എന്നാ പിന്നെ ഇന്ന് ഞാൻ നോമ്പുകാരനാണ്. അതുകൊണ്ട് എന്തായി, സുന്നത്ത് നോമ്പിന് പകലില് നിയ്യത്തെടുത്താൽ മതി എന്ന് മനസ്സിലായി. നോമ്പ് നിർബന്ധമാക്കിയതിന്റെ പിറകിൽ അള്ളാഹുവിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? എന്തിനാ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ. അഹമ്മുഹാ, നോമ്പിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയ്യുഹഖിഖൽ അബ്ദു തഖ്വല്ലാഹ്, അടിമ അല്ലാഹുവിന്റെ തഖ്വയെ ഉറപ്പിക്കലാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളി ഹബീബി. രണ്ട് അത്രയേ ഉള്ളൂ. ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക. മുഴുവൻ കാര്യത്തിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ A to Z മുഴുവൻ കാര്യം ഇത് അള്ളാഹിന്റെ കൽപ്പന, ഇതാണ് ശരി, ഓക്കെ. ഇത് അള്ളാഹ് നിരോധിച്ചിട്ടുണ്ട്, എന്നാ പിന്നെ വേണ്ട. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അവന്റെ പേരാണ് വലിയുല്ലാഹി അന്തുറുപ്പാപ്പ. പക്ഷെ അന്തുറുപ്പാപ്പക്ക് അതില്ല. മടിക്കേരിയിൽ ഉണ്ടാകും വലിയുള്ള, നമുക്ക് കാണാൻ കഴിയില്ല. വിലായത്ത് ഒരു പദവിയാണ്. നമ്മൾ വിലായത്ത് നിഷേധിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അങ്ങനെ ചില ആൾക്കാർ പറയും ഇവർക്ക് ഔലിയാക്കളില്ല. ചില ആൾക്കാർ മൈക്കിട്ട് ചോദിക്കുന്നുണ്ട്, പേരിന് ഒരു വലിയെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ എന്ന്. ഇത് വലിയ തലമ കിരീടം വെച്ച് നടക്കുക ഞാൻ വലിയാന്ന് പറഞ്ഞിട്ട്. ആരും മനസ്സിലാവില്ല വലിയാണെന്ന്. ഇനി ഞാൻ വലിയാണ്, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ സ്വർഗം കണ്ടെന്ന് ഒരുത്തൻ പറഞ്ഞു. ഞാൻ 3 വട്ടം സ്വർഗം കണ്ടിട്ടുണ്ട്, ഞാൻ 3 വട്ടം നരകവും കണ്ടിട്ടുണ്ട്, അതിനിങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുത്തൻ കണ്ടെന്താ അറിയോ? സ്വർഗം കണ്ടിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന വൈക്കുണ്ട് ഒരു വേറൊരുത്തൻ ഇരിക്കുന്നു ടിക്കറ്റും പിടിച്ചിട്ട്. പോകുന്ന ആൾക്ക് എന്ത് കൊടുക്കാൻ? ടിക്കറ്റ് കൊടുക്കാൻ. നമ്മൾ ആരല്ല? ഗതയല്ല, ഗത, കഴുത. നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ കത്തയാ. ആ പേരൊന്നും വെക്കല്ല, പാവ മൃഗം, നല്ല പേര് വെച്ച് ജീവിച്ചോട്ട്. കഴുത, ഗധകൾ, അതല്ല നമ്മള്. നമുക്കിവിടെ ഖുർആനുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുണ്ട്, സലഫുകളുടെ മൻഹജുണ്ട്. അത് പറയും എങ്ങനെയാ ദീനുള്ളത്, അതേ ഉള്ളൂ ദീൻ. ഔലിയാക്കൾ, സഹാബാക്കളിലെ ഓരോരുത്തരും വലിയകളാണ്. എന്തെങ്കിലും കഥകൾ കേൾക്കുന്നുണ്ട് അവര് പറഞ്ഞതായിട്ട്? അവരെ പിടിച്ച് ഇരുത്തിയിട്ട് ബാക്കിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് മുമ്പ് മൈക്ക് കൂടെ ഇതാരും എന്നറിയോ, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പൊ അയാളെല്ലാം തുറന്ന് സമ്മതം, അതെ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഒന്നും വിലായത്തിന്റെ അടയാളമില്ല. വിലായ ഏറ്റവും ചുരുങ്ങിയത് എന്താ അറിയോ? അവൻ കൈ പൊക്കിയാൽ മതി, കൈ താക്കുന്നതിന് മുമ്പ് അവിടുന്ന് മറുപടി കിട്ടും. അങ്ങനത്തെ ഒരു ബന്ധമുണ്ടാവും. അങ്ങനെ ആവണം. അതാണ് ശരിക്കും വിലായ. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഹറാമിന്റെ ഒരു 5 പൈസ അവന്റെ പോക്കറ്റിലും ഉണ്ടാവില്ല, അവന്റെ വയറ്റിലും ഉണ്ടാവില്ല. മാത്രമല്ല ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അയാൾ കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അതിന്റെ അടുത്ത് വരൂല. അതിനെപ്പറ്റി ചോദ്യമില്ല, അതിനെപ്പറ്റി ചിന്തയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചു, കറാഗീലിൽ ഗനം, ആടുകളെ മേക്കുന്ന ആട്ടിടയനെ പോലെ. യർആ ഹൗലൽ ഹിമ, ഈ കാണുന്നത് എൻ്റെ സ്ഥലമാണ്, ഇവിടെ എൻ്റെ ആടുകളുണ്ട്. ഇപ്പുറത്തെ മൻസൂർ ഭായിയുടെ സ്ഥലമാണ്. എൻ്റെ ആട് ഇവിടെ നിന്ന് തിന്നാൻ എനിക്ക് ടെൻഷനില്ല, എൻ്റെ തന്നെ. അതിങ്ങനെ നടന്ന് വന്ന് നീടെത്തി. ചിലപ്പോൾ എൻ്റെ ആട് എന്താക്കാൻ ചാൻസ് ഉണ്ട്, മൻസൂർ ഭായിന്റെ വളപ്പ് കയറി തിന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആടിനെ ഇവിടം വരെ കൊണ്ടുവരുള്ളൂ. വലിയകൾ ഇവിടെ നിൽക്കുള്ളൂ, ഇങ്ങോട്ട് വരില്ല. ദീനിൽ ഇവിടെ നിൽക്കും. തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള വഴിക്ക് വലിയ വരൂല. അതാണ് വലിയന്റെ ഏറ്റവും വലിയ അടയാളം. അങ്ങനെയൊക്കെ ആവണം. മരിക്കുന്നതിന് മുമ്പെങ്കിലും ആ ഒരു മർത്തബയിലെത്തണം. ഇഹ്സാന്റെ മർത്തബയാണ്. ഇഹ്സാൻ മുസ്ലിമുമായി മുഅ്മിനുമായി. പിന്നെന്താണെന്നറിയോ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അവനെ കാണുന്ന പോലെയാവണം നിന്റെ ഇബാദത്ത്. എത്ര മനോഹരായിരിക്കും.
അതുകൊണ്ട് രാത്രി നിസ്കാരങ്ങളൊന്നും ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അവർക്ക്. സലഫുസ് സാലിഹ്കൾ പരിശുദ്ധ റമദാനിൽ 7 ദിവസത്തെ ഒരു ഖത്തം തീർത്ത്, 7 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർത്തു. എന്തുകൊണ്ടറിയോ? അവര് ഔലിയാക്കളാണ്, അവരാരെയാണോ ഇഷ്ടപ്പെടുന്നത് അവന്റെ കലാമാണ്, അത് വായിച്ചുകൊണ്ടിരിക്കൽ അവർക്കൊരു രസമാണ്. നമുക്കെല്ലാം ഉറക്കു വരുന്നത് കാരണം മഹബത്തില്ല. പ്രേമിച്ചിട്ടുണ്ടോ? പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ 2 വേ അല്ല 1 വേ എങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ മനുഷ്യന്മാരാവായി. അത് ആണുങ്ങളുടെ ഒരു സ്വഭാവമല്ല. കണ്ട പെണ്ണിനെല്ലാം പറയും. കല്യാണം കഴിക്കാനുള്ള പ്രായത്തിയാലോ ഉള്ള കണ്ട പെണ്ണെല്ലാം എനിക്കിഷ്ടപ്പെടും. ഉള്ള പെമ്പിള്ളേരുടെ ഉപ്പമാരെല്ലാം എന്നോടൊന്ന് ചിരിച്ചു വർത്താനം പറഞ്ഞാൽ ഞാൻ പിന്നെ മോളെ കെട്ടിക്കാനായിരിക്കും. അത് ചെറുപ്പക്കാരുടെ രീതിയാണത്. എന്തായാലും ഉണ്ടാവും. ഇനി ഒരു പെണ്ണൊരു കത്ത് തന്നാൽ എത്ര പ്രാവശ്യം വായിക്കും? പിള്ളേരെന്നത് അമൽ ചെയ്തൊക്കെയല്ല ഉസ്താദ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോട്ടെ. കാമുകിമാര് പോട്ടെ, നമുക്ക് പറ്റിയ വിഷയമല്ല. കല്യാണം കഴിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്നില്ല. ഇപ്പം അതില്ല. കല്യാണം കഴിക്കാൻ വേണ്ടി 2 മാസം ലീവുള്ളൂ, വന്നു. അതിൽ 1.25 മാസം പെണ്ണിനെ അന്വേഷിച്ചു, അങ്ങനെ കിട്ടി. ആകെ താമസിച്ചിത്ര 10 ദിവസം. അങ്ങനെ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമായ എൻ്റെ പഞ്ചാര അറിയുവാൻ ഈ കത്ത് ഗൾഫിൽ കിട്ടുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടൂ, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാ കിട്ടുക. അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പം ആ പെട്ടിയിൽ ആ കത്തുണ്ടാവും. ഇന്ന് പിന്നെ മൊബൈൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കാനും ഒരു സുഖമില്ല, ഒരു സ്നേഹമില്ല, ഒരു രസമില്ല. ആ കത്ത് എത്ര പ്രാവശ്യം വായിക്കും അതെടുത്തിട്ട്. അതൊരു മുഹബത്തിന്റെ ഭാഗമാണ്. ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ കലാം അങ്ങനെയാണ്. അവര് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ കലാമാണത്. സംസാരം അത് രസകരമായിട്ടാ കേട്ടോണ്ടിരിക്കുക. അത് കേൾക്കും തോറും ഈമാനൻ, ജോഷ് കൂടാണ് അവർക്ക് മനസ്സിൽ. വിലായത്തിന്റെ അടയാളാണ്. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് ഖത്തം. ഇമാം ഷാഫി റഹ്മഹുല്ലാഹു തആല അവസാനത്തെ 10 രാത്രിയിൽ ഖത്തം തീർക്കും. ഓരോ രാത്രിയിലും. എങ്ങനെയാ എനിക്കൊരു ഓന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയലില്ല. ഇതെന്നെ പണി. പിന്നെ ആ കാലഘട്ടത്തിന്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. നേരം കളയാനുള്ള ഒന്നും അവർക്കില്ല. സൂര്യൻ അസ്തമിക്കലോടെ ഇരുട്ടായി. പിന്നെ ആകെയുള്ള വെളിച്ചം എന്തായിരിക്കും? എണ്ണ കത്തിച്ചു വെച്ച വിളക്കിന്റെ വെളിച്ചം മാത്രം. ഇല്ലെങ്കിൽ അന്നത്തെ ഖലീഫമാര് റോഡ് സൈഡിൽ തൂക്കുന്ന എണ്ണ വിളക്ക്, ചൂട്ടൻ എന്ന് പറയാം. അത് ശബ്ദ കോലാഹലങ്ങളില്ല, വണ്ടികളില്ല, വാഹനങ്ങളില്ല, കുതിരകള്, ഒട്ടകങ്ങള്, കഴുതകള്. വൈകുന്നേരമാകുമ്പോൾ ഉറങ്ങി, ഒരു കോലാഹലമില്ല. പിന്നെ വീട്ടിലാണെങ്കിലോ 2 ചട്ടി, ഒരു കിടക്ക, ഒരു വാതിൽ, കർട്ടൻ, ഖലാസ്. നേരം കളയാനുള്ള ഒന്നുമില്ല. വായിക്കാൻ പോരാ പുസ്തകങ്ങളില്ല, കാണാൻ മൊബൈലില്ല, പാട്ടില്ല, കൂത്തില്ല, ഒന്നുമില്ല. ഇഷ്ടം പോലെ സമയം. പക്ഷെ ഇന്ന് കാലം മാറി. പക്ഷെ ഈ ഫിത്നകൾക്കിടയിലും അങ്ങനെ ഒരാൾ സമയം കണ്ടെത്തുന്നുവെങ്കിൽ തീർച്ച അവർക്ക് കിട്ടിയതിന്റെ ഡബിള് അള്ളാഹു കൊടുക്കും. കാരണം കൂലി എന്താ അറിയോ? സമയവും സ്ഥലവും സന്ദർഭവും മാനിച്ചാണ് അള്ളാഹു കൂലി കൊടുക്കുക. അപ്പൊ നമ്മളെല്ലാം നാളെ നോമ്പെടുക്കും ഇൻഷാ അല്ലാഹ്, നാളെയോ മറ്റന്നാളോ. പക്ഷെ എല്ലാവരുടെ സൗമിനും ഒരേ കൂലിയല്ല. അവരുടെ മാനസികാവസ്ഥയും അവരുടെ സൂക്ഷ്മതയും അവർ ചെയ്ത ഇബാദത്തിന്റെ തോതും ഇതൊക്കെ അനുസരിച്ചായിരിക്കും കൂലി കിട്ടുക. വേറെ 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 കൂലി. ബോസ് ഇങ്ങനെ നോക്കിയെന്ന് വെച്ച് പണിയെടുക്കുന്ന കമ്പനിയിലെ ജോലിക്കാരെ ഒരുത്തനെ വിളിച്ചിട്ട് എക്സ്ട്രാ പൈസ കൊടുത്തു, വേറൊരുത്തനെ വിളിച്ചിട്ട് കട്ടാക്കി ശമ്പളത്തിൽ നിന്ന്. സംഭവിക്കാം. കാരണം അയാൾക്ക് തൃപ്തിപ്പെട്ടു കൊടുത്തു. അതേപോലെ അള്ളാഹു നല്ലോണം നിരീക്ഷിക്കും. അള്ളാഹു സൂക്ഷ്മതയോടെ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ക്യാമറ വെച്ചിട്ട് നോക്കുന്നുണ്ട് നോമ്പ്. പുറമല്ല, അള്ളാഹു ഉള്ളു കാണും. നമ്മൾ പുറം മാത്രമേ കാണൂ. അള്ളാഹു ഉള്ളു നോക്കുന്ന ക്യാമറക്കാരൻ ഞാൻ. റഖീബാൻ, റഖീബ്. വകാന അല്ലാഹു അലൈക്കും റഖീബ, നിരീക്ഷകൻ. അതിനനുസരിച്ചായിരിക്കും കൂലി കിട്ടുക. ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വാസികളും മുത്തഖികളും. അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹുവിനെ നേർക്ക് നേരെ കാണുന്ന പോലെയാണ് അവർ ഇബാദത്ത് ചെയ്യാം. അപ്പൊ അതിങ്ങനെ കൂടും. റസൂലുള്ളാഹി പറഞ്ഞു, അഥവാ ഇനി അള്ളാഹുവിനെ നീ കാണുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും മർത്തബയിൽ എത്തിയില്ല, എന്ത് ചെയ്യാ? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിലായിരിക്കും വലിയിന്റെ അമലുകൾ. എന്റെ റബ്ബ് നോക്കുന്നുണ്ട്, അനങ്ങൂല. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിന്റെ സ്ഥാനത്ത് നിന്ന് നോട്ടം അങ്ങനെയും പോലെ ഇങ്ങനെയും പോലെ. തലതിരിക്കാൻ പാടില്ല എന്നല്ല, കണ്ണ് വലിയിന്റെ നിസ്കാരത്തിന്റെ അടയാളമാണത്. അയാൾ മൗദിഉ സുജൂദിലാണ് കണ്ണുള്ളത്.
പക്ഷെ അവിടെ ഈ കുബ്ബയും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ശരിക്കും. കാരണം കുബ്ബയിലുണ്ടെങ്കിൽ ബഷീർ ചെന്തെല്ലാം ആലോചിക്കും, ആ തൂണെങ്ങനെ എടുത്തിട്ടുണ്ടാവുക, അടുത്ത ബിൽഡിങ്ങിന് ആ തൂണങ്ങനെ നോക്കിയാലോ. ബഷീർ ആലോചിച്ചതല്ല, അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ വരും, സ്വാഭാവികമായിട്ടും. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, നമ്മുടെ ചിന്തയെ മാറ്റുന്ന, നോട്ടത്തെ മാറ്റുന്ന ഒരു വര പോലും നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഉണ്ടായിക്കൂടാ. അത്ര ശ്രദ്ധിക്കണം. കുപ്പായം പ്ലെയിൻ കുപ്പായമാണ് ഏറ്റവും ബെറ്റർ നിസ്കരിക്കുമ്പോൾ. അതേപോലെ കമ്പനി പേര്, കമ്പനി ചിത്രങ്ങൾ, ഇതെല്ലാം ഒന്നുകിൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് നിസ്കാരം വസ്വാസാവും. ഉറപ്പാണ്, മനുഷ്യന്മാരാണ്. മൊബൈല് മുമ്പിൽ വെക്കുക, ഇതൊക്കെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി എതിരാണ്. ഒന്നും മുമ്പിൽ ഉണ്ടായിക്കൂടാതെ. മൗദിഉ സുജൂദും ഇടയിൽ അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, അതിനെ തെറ്റിക്കുന്നൊന്നും. പിന്നെ ചിത്രമുള്ള മുസല്ല, നമ്മൾ ഉംറക്കെല്ലാം പോയാൽ ആൾക്കാർക്ക് മുസല്ല വേണം. മുസല്ല വാങ്ങൽ സുന്നത്ത് പോലെയാണ് നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്ന ആൾക്കാർക്ക്. അത് മുസല്ല കിട്ടും, അത് മുസല്ല കിട്ടും. നമ്മളതിൻ്റെ ഇടയ്ക്ക് ബിസിനസ് ആക്കും. മുസല്ല വിൽക്കുന്നവനെ പോയിട്ട് കണ്ടിട്ട് പറയും, കിത്നെ ഹേ ഭായി, ബംഗാളീസാ, ഫുള്ള് ബംഗാളികളാ, ദോ ലെങ്കെ തോ 15, ബംഗാളിങ്ങനെ പറയാ, പൊന്തറ. അപ്പോൾ നമ്മൾ പറയും ഒരു 40 എണ്ണം വേണം, എത്രക്ക് വരും പറയും. അങ്ങനെയാണെങ്കിൽ 1-ന് 4, ഓക്കെ, ബാക്കി 2 അമ്പിൻ്റെ കീശയിൽ. കച്ചവടമാണ് ബിസിനസ്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് എന്തോ ഒരു പുണ്യത്തിനൊന്നും അല്ല കൊണ്ടുപോകുന്നത്, ഒരു ബിസിനസ്, കച്ചവടം, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ മുസല്ല, ഏത് മുസല്ല വേണ്ടത്? സാമ്പിൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ പറയുന്നത്, ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല. അങ്ങനെ വിചാരിക്കണ്ട, ഇയാൾ പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. വല്ലാഹി ഞാൻ ചെയ്യലില്ല. മുസല്ല ഏതാ വേണ്ടത്? അപ്പോൾ ഒരാൾ ഹജറുൽ അസ്വദിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഏതാ? ബൈത്തുൽ മുഖദ്ദസിന്റെ കിട്ടുമോ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രമുള്ള കിട്ടുമോ? എന്തിനാ ഇത്? ഈ ചിത്രം എന്തിനാ? ഒന്ന് പുരക്കിട്ട് ഓൻ കൈ കെട്ടിന്ന് വെച്ചോ. ഓനെവിടെ നടക്കലെന്നറിയോ? ഹറം, അജിയാദ്, റോഡ്, അറബിച്ചി, പിന്നെ ബംഗാളി, പിന്നെ ആ പീടി എല്ലാം മനസ്സിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഖലാസ്, നിസ്കാരം തീർന്നത് ഓൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരു വരെ ഈ മുസല്ല ഇത് കൃത്യമാണ്, പ്ലെയിൻ ആയിട്ടുണ്ടാവണം. ഷെയ്ഖ് സായിദ് പള്ളി പോയിട്ടുണ്ട് അബുദാബിയിൽ. ഷെയ്ഖ് സായിദ് മസ്ജിദില്ലേ അബുദാബിയിലെ വലിയ പള്ളി, അവിടുത്തെ എല്ലാം പിന്നെ കാർപ്പറ്റ് കൊട്ടാരത്തിലെ കാർപ്പറ്റ് പോലെയാണ്. കൈകെട്ടി നിൽക്കുന്നവന് ഉറപ്പാണ് എവിടെല്ലോ എത്തിപ്പോവും. അത്ര മനോഹരമായ പൂവുകൾ, ഇലകൾ, പിന്നെ വയലുകൾ, ഇങ്ങനെ ഒന്നും ശരിക്കും പറ്റൂല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നറിയോ? എന്താണ് നിസ്കാരം? ആ ബോധമില്ലാത്തതുകൊണ്ട്. അപ്പൊ ശരിക്കുള്ള ഒരു വലിയ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അത്ര സൂക്ഷ്മത. സുജൂദിൽ കൈ നോട്ടം ഇട്ടാൽ നിസ്കാരം തീരുമ്പോ തശഹുദിൽ ഈ വിരല് നോക്കണം, അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കൂല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, അങ്ങനെ നിസ്കരിച്ചിട്ട് മനഃപൂർവ്വം ഒരു 2 റക്അത്ത് ആരോ നടന്നു പെട്ട് നമ്മളെ കണ്ടുകൊണ്ട് പോകും, അതുവരെ പോയി കൂടാന്നായി പറയുന്നു നിസ്കാരത്തിൽ. അതാണ് ടോപ്പ് ഇബാദത്ത്. അങ്ങനെ നോമ്പും അതീവ സൂക്ഷ്മതയിൽ ലഅല്ലക്കും തത്തഖൂൻ. ആ നോമ്പ് എന്തുണ്ടാക്കി തരും? തഖ്വ ഉണ്ടാക്കി തരും. അള്ളാഹു നസീബാക്കി തരട്ടെ. ഖൈർ. അപ്പൊ അങ്ങനെയുള്ള ഈ നോമ്പ്, ഈ പരിശുദ്ധമായ റമദാൻ, അതിനുവേണ്ടി സത്യവിശ്വാസികൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. സമയം കഴിഞ്ഞു എന്നാലും ബിൽ ഇനാബത്തി വൽ ഇഖ്ബാലി, ഇപ്പോഴത്തെ ടൈമല്ല, നോമ്പ് ഇപ്പൊ നാളെ എത്തിയെന്നാ പറഞ്ഞു. ബിൽ ഇനാബ വൽ ഇഖ്ബാലി അലല്ലാഹി വത്തൗബത്തി സാദിഖ, സാദിഖായ തൗബയോടുകൂടി വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ. എന്ന് പറഞ്ഞാൽ കുപ്പി കാലിയാക്കിയിട്ട് വേണം റമദാനിൽ കയറാൻ, കുപ്പി നിറക്കാൻ. കേറിയിട്ട് കാലിയാക്കിയിട്ട് നടക്കാൻ നിൽക്കുമ്പോഴേക്കും നോമ്പങ്ങ് തീരും. ഇപ്പോഴേ ഇന്ന് രാത്രി തൗബ ചെയ്യണം, ഇന്ന് ഈ സമയം തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിലേക്ക് ഇനാബത്ത് ചെയ്യണം, മടങ്ങണം, കരയണം. ഒരു തുള്ളി കണ്ണീര് വന്നു കിട്ടിയാൽ മതി. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഖേദം വന്നിട്ട് ഒരു തുള്ളി കണ്ണീര് വന്നാൽ മതി. ആ ഒരൊറ്റ തുള്ളി മതി കോടിക്കണക്കിന് കറകളെ മായ്ച്ചു കളയാൻ. പക്ഷെ വരുത്താണ് പ്രയാസം, സങ്കടം കൊണ്ട് വരണം. അത്തൗബതു അന്നദം, ആ സങ്കടത്തിന്റെ പേരാണ്
തൗബ. സാധാരണ പണ്ഡിതന്മാര് പറയാറുണ്ട്, അങ്ങനെ ഒരു സങ്കടം ആർക്കാ വരിക എന്നറിയോ? അള്ളാഹുവിനെ അറിയുന്നാക്കാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഞാൻ നിനക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നീ ഓർക്ക്. അപ്പൊ ഖേദം വന്നോളും, ഇത്രയെല്ലാം ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചല്ലോ ഓനോട്, അത് വന്നു കിട്ടിയാൽ മതി. അത് ചെയ്തുകൊണ്ടാവണം റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതേപോലെ എങ്ങനെങ്കിലും നമ്മൾ ആഫിയത്തോടെ റമദാനിൽ എത്തിക്കാനും ആഫിയത്തോടെ ആ നോമ്പും ഖിയാമുൽ ലൈലും മറ്റ് കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയും ദുആ ചെയ്യണം. അതേപോലെ ബിൽ മുബാദറത്തി ബിഖദാഇ മാ ഫാത മിൻ സിയാം, കഴിഞ്ഞ റമദാനിൽ നോമ്പ് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഖദാ വീട്ടിക്കൊണ്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. പെണ്ണുങ്ങളെല്ലാം പ്രത്യേകിച്ചും ഹൈദുള്ള സമയത്തൊക്കെ വിട്ടുപോയ നോമ്പുകൾ എത്രയും പെട്ടെന്ന് തകാസുലൻ, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് ഖദാ വീട്ടിക്കൊണ്ട്. ഒരാള് എന്തെങ്കിലും തക്കതായ കാരണം കൊണ്ട് ഖദാ വീട്ടാൻ താമസിച്ചാൽ അയാൾക്ക് എന്തില്ല? കഫാറകളൊന്നുമില്ല. തിരക്കായി പോയി, രോഗിയായി പോയി, യാത്ര അധികമായി പോയി, ശരീരത്തിന് എന്തോ ക്ഷീണം ഉണ്ടായി, അങ്ങനെ നാളെ എന്ന് പറഞ്ഞു, അടുത്ത റമദാനായി. 2024 നോമ്പ് ഇപ്പോഴും ബാക്കിയുണ്ട്, പക്ഷെ നാളെ നോമ്പായി, അയാൾക്ക് കഫാറയില്ല. പക്ഷേ തകാസുലൻ, എല്ലാ സൗകര്യവും ഉണ്ട്, മനഃപൂർവ്വം അയാൾ എന്ത് ചെയ്തു? പിന്തിപ്പിച്ചു. അങ്ങനെ ഒരു റമദാനിനിടയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഈ റമദാൻ കഴിഞ്ഞിട്ടേ മറ്റതിന്റെ ഖദാ വീട്ടാൻ പറ്റുള്ളൂ. പക്ഷേ ഖദാവും വീട്ടണം, കഫാറയായിട്ട് ഒരു മുത്ത് കൊടുക്കും വേണം. അതേസമയം അതന്നെ ഹൈദുകാരിക്കും, അതാണ് ഹൈദുള്ള പെണ്ണിന്റെയും മസല. മടി കൊണ്ട് താമസിപ്പിച്ചാൽ ഖദാഇനോടൊപ്പം കഫാറയുണ്ട്. എന്നാൽ ഗർഭിണികളായ സ്ത്രീകൾ, കുഞ്ഞിന് മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർ സ്വന്തത്തിന് വേണ്ടിയാണെങ്കിലും കുഞ്ഞിക്ക് വേണ്ടിയാണെങ്കിലും, അഭിപ്രായ വ്യത്യാസം. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ പാല് കൊടുക്കൽ കൊണ്ട് ഞാൻ നോമ്പെടുത്താൽ എനിക്കെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവും എന്ന് പേടിച്ചാലും, അല്ല ഞാൻ നോമ്പെടുത്താൽ കുഞ്ഞിന് പാല് കിട്ടൂല എന്ന് പേടിച്ചാലും ശരി, അവർക്ക് ഈ വിഷയമില്ല. അവരെപ്പോഴെങ്കിലും എന്ത് ചെയ്താൽ മതി? അത് ഖദാ വീട്ടി അങ്ങ് തീർത്താൽ മതി. പക്ഷെ ഖദാ വീടണം, അതിൽ സംശയമില്ല. അതേപോലെ റമദാനു വേണ്ടിയുള്ള ഒരുക്കത്തിൽപ്പെട്ടതാണ് നോമ്പിന്റെ ഹുക്കുമുകൾ, വിധികള്, മസ്അലകൾ. അതെന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്തിനാത്? നോമ്പ് ഇബാദത്താണ്, അമലാണ്. സ്വഹീഹാകണമെങ്കിൽ ഇൽമോട് കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ നോമ്പ് ബാത്തിലാവുന്ന എന്തെങ്കിലും കാര്യം വന്നു പോവും. അത് ബാത്തിലാക്കുന്ന കാര്യമാണെന്ന് അറിയില്ലെങ്കിൽ നോമ്പ് പോവും, ലിസ്റ്റിൽ നോമ്പ് ഉണ്ടാവില്ല, ഖദാ തൊട്ട് വീട്ടൂല്ല, കാരണം ഇത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മസ്അലകൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം റമദാനിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടുള്ള അമലുകളെ ചെയ്യാൻ ശ്രമിക്കണം. അതിലൊന്നാണ് റമദാനിന്റെ ഉംറ. കാരണം എന്താ? അത് ഹജ്ജിന്റെ സമാനമായ ഉംറയാണ്. അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതി? റമദാനിൽ നീ ഉംറ ചെയ്താൽ മതി. അത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഉംറയാണ്. ഹജ്ജ് പോലെ തന്നെ പ്രയാസങ്ങളും ആ ഉംറക്കുണ്ട്. നോമ്പിന് ഉംറക്ക് പോവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയല്ല. കാരണം ഹജ്ജിന് ആളുകൾക്ക് ഒരു പരിധിയുണ്ട്, എല്ലാവരും വരില്ല. എന്നാൽ റമദാനിന്റെ ഉംറക്ക് വിസക്ക് പരിധിയില്ല. അത് ഏത് രാജ്യത്തു നിന്ന് എത്ര വേണമെങ്കിലും കൊടുക്കും. ഇവരെല്ലാരും കൂടി വന്ന് നിൽക്കുന്നതോ ഒറ്റ സ്ഥലത്താണ്. കാരണം റമദാന്റെ ഉംറന്റെ പരിപാടി പള്ളിന്റെ ഉള്ളിലാണ്. റമദാനുമായി ബന്ധപ്പെട്ട അമലുകളും മസ്ജിദുൽ ഹറാമിലാണ്. എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫാമിലിയൊക്കെ ആയിട്ട് പോയവൻ പിന്നെ മരിക്കുന്ന നല്ലത്, ലോണ് തിരിച്ചു വരാൻ കഴിയില്ല. അത്ര ബുദ്ധിമുട്ടാണ് നോമ്പിന് പോയാൽ. പക്ഷേ ആ ബുദ്ധിമുട്ടിന്റെ കൂലിയാണെന്ത്? ഹജ്ജിന്റെ കൂലി. പൈസ ഇതേപോലെ ഉണ്ട്. സാധാരണ ഉംറയ്ക്ക് ഒരു 80-90 ആവുന്നിടത്ത് ഹജ്ജിനാകുമ്പോൾ 1.25 ലക്ഷം, 1.20, 1.30 ആവും. കാരണം സീസണാണ്, പൈസ കൂടും. ഹജ്ജിന്റെ സമയത്ത് അസീസിയയിൽ നിന്ന് ഹറമിലേക്ക് 10 റിയാലാണ് ടാക്സിക്ക്.
ഹജ്ജിന്റെ സീസണിൽ ആ 10 ദിവസം 300, 400, ചിലപ്പോൾ 500 റിയാലൊക്കെ കൊടുക്കേണ്ടി വരും 10 റുപ്യൻ്റെ ഓട്ടോ ഓടാൻ. കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും പോലീസുകാരനോട്, സാർ ഇയാള് ഭയങ്കര പൈസ പറയുന്നു, ആകെ 10 റുപ്യൻ്റെ ഉള്ളൂ, പോണോ? ആ എന്നാ കയറിക്കോ, കൊടുത്തിട്ട് വിട്ടോ, വേണ്ടേ നടന്നിട്ട് പോയിക്കോ, ഇങ്ങനെ പോലീസുകാർ പറയുള്ളൂ. കാരണം അത് അന്ന് അവിടെയുള്ള ആളുകളുടെ സീസണാണ്. സീസൺ കച്ചവടമാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? സീസൺ ആകുമ്പോൾ പൈസ കിട്ടൂലേ? ഹോട്ടലിൽ സീസൺ ആകുമ്പോൾ എത്ര പൈസ, ഓഫ് ആകുമ്പോൾ പൈസ കുറയും. അതേപോലെ അത് അനുവദിക്കപ്പെട്ടതാണ്, ഹലാലാണ്. അത് ഹറാമായ കച്ചവടമല്ല, അത് കൊള്ളലാഭമല്ല, ചതിയല്ല, വഞ്ചനയൊന്നുമല്ല. സീസണിൽ ബന്ധപ്പെട്ടുള്ള കച്ചവടം. ശരി. അതേപോലെ തന്നെ ഇഅ്തികാഫ്, അത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇഅ്തികാഫ് എപ്പോഴും സുന്നത്താണ്, പക്ഷെ റമദാൻ മാസത്തിൽ പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തതുകൊണ്ട്. അതേപോലെ റമദാനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ ബിനബ്ദി ബത്താലീൻ വ മുസാഹബത്തി അഹ്ലിൽ ഹിമ്മ, മടിയന്മാരായ അലസന്മാരായ ആളുകളിൽ നിന്നും അകലാൻ ശ്രമിക്കുക നോമ്പിന്. മറിച്ച് ആരുടെ കൂടെ കൂടുക? അഹ്ലിൽ ഹിമ്മ, നല്ല ഉന്മേഷവും ഇബാദത്ത് ചെയ്യാനുള്ളൊരു പ്രസരിപ്പൊക്കെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുക. കാരണം എൻ്റെ കൂടെ കൂടി നമ്മൾ എന്ത് ചെയ്തോളും? ചെയ്തു പോകും. മടിയൻ്റെ കൂടെ വേണം, നമുക്ക് പള്ളി പോവാം, നാളെ പോവാണ് ഓൻ പറഞ്ഞാൽ എന്നാ പിന്നെ ഞാനും നാളെ തന്നെ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ റമദാനിൽ കൂടാൻ പറ്റൂല. അതേപോലെ ബിൽ ഖുറൂജി മിനൽ ഖുസൂമാതി വൽ മുശാഹനാത്, തർക്കങ്ങള്, പിണക്കങ്ങള്, അതൊക്കെ ഒഴിവാക്കിയിട്ടേ റമദാനിലേക്ക് വരാവൂ, ഒരു ഉപകാരവും ഇല്ലാണ്ടാവും. അതുപോലെ കഴിവിന്റെ പരമാവധി നോമ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അധികം പിന്നെ ബുദ്ധിമുട്ടിയിട്ടുള്ള നല്ല നട്ടുച്ച നേരത്തുള്ള ജോലി. അതുകൊണ്ട് ഗൾഫിലൊക്കെ റമദാനാവുമ്പം പുറത്തുള്ള പണിക്കാർക്ക് സമയം നിശ്ചയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പണിയെടുപ്പിച്ചാൽ അവൻ്റെ കമ്പനി വന്നിട്ട് പൂട്ടും. അത്ര കർശനമാണത്. അതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഒരു ഇബാദത്തിന് അതുകൊണ്ടൊരു കോട്ടം സംഭവിക്കാൻ പാടില്ല. അതേപോലെ ബിതഹദ്ദി റുഅയത്തിൽ ഹിലാൽ, പിറ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, അന്വേഷിക്കണം. എന്തായാലും ഇന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ട് നാളെ നോമ്പില്ല, നാളെ നന്നായിട്ട് എന്ത് ചെയ്തോളി, തിന്ന് പകരം വെട്ടിക്കോളി, ഞായറാഴ്ച തൊട്ട് പിന്നെ പട്ടിണി നടക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല ആഫിയത്തോടെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നസീബാക്കി തരട്ടെ. നിസ്കാരം എത്രക്കാം? 8 ഒന്നുകൂടെ ഒരു 3-4 ഹദീസ് വായിക്കാം. ഫദാഇലു സൗം, നോമ്പിന്റെ ശ്രേഷ്ഠതകൾ. 1, പാപങ്ങളുടെ മഗ്ഫിറത്തിന് കാരണമാവും. പാപികളല്ലേ? മടക്കിയിരിക്കാരായ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മലക്കുകളോ പരിശുദ്ധാത്മാക്കളോ ഉണ്ടെങ്കിൽ ഇത് ബാധകമല്ല. ഇതൊക്കെ നമുക്ക് ബാധകമായ ഹദീസാണ്. മഗ്ഫിറത്തിന് കാരണമാണ് നോമ്പ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഈമാനോടെ ഇഹ്തിസാബോടെ ആരെങ്കിലും റമദാന്റെ നോമ്പെടുത്താൽ അവന്റെ മുൻപ് കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. സവാബുഹു ബിഗൈരി ഹിസാബ്, നോമ്പിന്റെ കൂലി കണക്കില്ലാത്ത കൂലിയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം, ആദമിന്റെ മക്കളുടെ എല്ലാ അമലുകളും അവനുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി എന്ത് ചെയ്യും? ഞാൻ കൊടുക്കും. റിസ്വാൻ നോക്കാണ്, എന്താ ഇയാൾക്ക് മാത്രം ഇവിടെ ഇങ്ങനെ ആയാൽ മതിയേനു. ബറക്കല്ലാഹു ഫീക്ക്. വഅന അജ്സി ബി, അവന്റെ കൂലി എന്ത് ചെയ്യും? ഞാൻ കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നോമ്പിന് പരിധിയില്ലാത്ത കൂലി? നോമ്പെന്ന് പറഞ്ഞാൽ സബർ ആവശ്യമുള്ള ഇബാദത്താണ്. സബറിന്റെ കൂലി പരിധിയില്ലാത്ത കൂലിയാണ്. അക്കൂലിയാണ് നോമ്പിന് അള്ളാഹു തരുന്നത്. 3, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരന്റെ വായ പകർച്ചയായിട്ടുണ്ടാവുന്ന ദുർഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അന്ന് മഹ്ശറിൽ ഇവിടെ നോമ്പ് ആരും ഒന്നും അറിഞ്ഞില്ല, ഒളിപ്പിച്ചു വെച്ച് ആരെയും അറിയിക്കാതെ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നാളെ അവന്റെ ഇബാദത്തിനെ പരസ്യമാക്കും. ആ പരസ്യമാക്കല് അവന്റെ വായയിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം ആളുകളെ മണപ്പിച്ചിട്ടായിരിക്കും. അതൊരു ഇസ്സത്താണ്, അള്ളാഹു കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. 1, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. അത് 2 സന്തോഷമാണ്. എന്താ? നോമ്പ് തുറക്കുമ്പോഴുള്ള 2 സന്തോഷത്തിന് ഒന്നെന്താ?
ഡെയിലി സമൂസയാ പിന്നെ സന്തോഷം ഉണ്ടാവോ? ഇല്ലല്ലോ. ഡെയിലി ഒരേ ചോറാണെങ്കിലോ അതിലും ഉണ്ടാവില്ല സന്തോഷം. ഒരു 3-4 ദിവസം സന്തോഷം ഉണ്ടാവും, പിന്നെ ആ സന്തോഷം അങ്ങ് മടുക്കും. അപ്പൊ എന്ത് ചെയ്യുക? നോമ്പുകാരനെ സന്തോഷിപ്പിക്കാൻ നോമ്പ് തുറപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക? വെറൈറ്റികൾ ഉണ്ടാക്കുക. പള്ളി കമ്മിറ്റി ആണെങ്കിലും വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിലും എന്ത് ചെയ്യുക? ആ സന്തോഷം മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ നോക്കുക. അത് നോമ്പുകാരൻ്റെ ഹക്കിലുള്ള സന്തോഷമാണ്. ഓക്കെ, അതൊരു ഭൗതികമായ സന്തോഷം. ശരിക്കുള്ള സന്തോഷം എന്താ അറിയോ? ദാഹം പോയി, ഞരമ്പുകളൊക്കെ നനഞ്ഞു, കൂലിയും ഇൻഷാ അല്ലാഹ് ആയി. ഒരു ഇബാദത്ത് പൂർത്തിയാക്കുന്നതിന്റെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം കിട്ടാനുള്ളത് അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുന്ന സമയം ആ നോമ്പ് കൊണ്ടവൻ സന്തോഷിക്കും. അതേപോലെ തന്നെ നോമ്പ് പരിചയാണ്. ശരിയാണിത്. നോമ്പ് ഇപ്പൊ റമദാൻ അല്ലെങ്കിലും ഒരാൾ നോമ്പുകാരനാണെങ്കിൽ അധികമൊന്നും ഫോൺ നോക്കൂല, അധികം യൂട്യൂബ് കളിക്കൂല. അവന്റെ മനസ്സ് പറയേ നോമ്പല്ലടാ. ശരിയാണ്, നോമ്പൊരു പരിചയാണ്. അതുകൊണ്ടാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു പെണ്ണെ നോക്കാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചോളി. ഇനി അതിന് പറ്റൂലെങ്കിലോ നോമ്പെടുത്താൽ മതി. അതൊരു പരിചയാണ്. തെറ്റുകളിൽ നിന്നും നോമ്പ് അവനെ സംരക്ഷിച്ചോളൂ. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഫീ കുല്ലി ലൈലത്തിൻ മിൻഹു ഉതഖാഉ മിനന്നാർ. റമദാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ നരകത്തിന് അർഹതയുള്ള, നരകത്തിന്റെ ലിസ്റ്റിൽ പേരുള്ളവരെ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ മോചിപ്പിക്കുക. അതെല്ലാ രാത്രിയിലും നടക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു റിവായത്തിൽ കാണാം, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സഹീഹ് തർഗീബ് തർഹീബിലുണ്ട്. അതായത് പിന്നെ ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാ, എല്ലാ നോമ്പ് മുറിക്കുന്ന സമയത്തും അല്ലാഹ് എന്തുണ്ട്? ചില ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ആ സമയത്ത് നല്ല അവസ്ഥയിലായിരിക്കണം. ദുആയിലും അല്ലെങ്കിൽ അദ്കാറിലും ഒക്കെ ആയിരിക്കണം. പള്ളിക്ക് താഴെ നമ്മൾ വർത്താനത്തിലാണ്, അത് പറ്റൂല. അവിടെ വർത്താനം പറയാതെ ദുആ ചെയ്ത് ഈ ഒരു പ്രതിഫലം അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് എൻ്റെ പേരും കൂടി ഇന്ന് കട്ടാവണം എന്ന നീയത്തോടു കൂടിയുള്ളൊരു മാനസികാവസ്ഥയിലാവണം ആ സമയത്ത് ഇരിക്കേണ്ടത്. മാത്രമല്ല നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു ദുആ ഉണ്ട്. ആ ദുആ മുസ്തജാബാണ്. ഫിത്റിന്റെ സമയത്തുള്ള നോമ്പ് സ്വീകരിക്കപ്പെടും, ദുആ സ്വീകരിക്കപ്പെടും. മറ്റൊരു റിവായത്ത് കാണാം, ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. قال صلى الله عليه وسلم الصيام والقرآن يشفعان للعبد يوم القيامة. ഖുർആനും അതേപോലെ തന്നെ നോമ്പും അടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി, അള്ളാഹുവേ, മനഅതുഹു അത്അമ വശഹവാതി ബിന്നഹാർ, പകലിൽ ഞാനാണ് അവനെ ഭക്ഷണം കഴിക്കാതെ ശഹവത്തുകൾക്കൊന്നും അടിമപ്പെടാതെ ശ്രദ്ധിച്ചത്, സൂക്ഷിച്ചത്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, ഓന്റെ കാര്യത്തിൽ എൻ്റെ ശഫാഅത്ത് നീ എന്ത് ചെയ്യണം? കബൂലാക്കണം. എന്നാൽ വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു അന്നൗമ ബില്ലൈലി, എന്നെ ഓതിക്കൊണ്ടാണ് അവൻ നോമ്പിന്റെ രാത്രിയിൽ ഉറങ്ങാതിരുന്നത്, ഓന്റെ ഉറക്കത്തിന് തടസ്സമായത് ഞാനാണ്. അതുകൊണ്ട് ഫശഫിഇനി ഫീഹി, ഓന്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ ഫയുശഫഅനി, രണ്ടുപേരുടെയും ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. പകലിന്റെ നോമ്പും ഗുണം ചെയ്യും, രാത്രിയിലുള്ള ഖുർആനോത്തും ഗുണം ചെയ്യും. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ കാന മിൻ അഹ്ലി സിയാം, ആരാണോ നോമ്പുകാരനായത്, ദുഇയ മിൻ ബാബിർ റയ്യാൻ, സ്വർഗ്ഗത്തിന്റെ റയ്യാൻ എന്ന വാതിലിൽ കൂടി അവനെ വിളിക്കപ്പെടും. മറ്റൊരു ഹദീസ് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല റമദാൻ, റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. വസുൽസിലത്തി ശയാത്തീൻ, പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിക്കും. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും എന്നതിന് മുഹദ്ദിസീങ്ങൾ ശർഹ് പറഞ്ഞത്, അഥവാ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലുകൾ കൂടുതൽ ചെയ്തോളൂ എന്ന് പ്രേരിപ്പിക്കാൻ. നരകത്തെ പൂട്ടുമെന്ന് പറയാൻ കാരണം നരകത്ത് പോകുന്ന അമലുകളൊന്നും ചെയ്യണ്ട, തടയിടണം എന്ന് സൂചിപ്പിക്കാനാണ് നരകത്തിന്റെ വാതിൽ പൂട്ടുന്നത്. ഫീഹി ലൈലത്തുൽ ഖദർ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ, ആർക്കെങ്കിലും ആ രാത്രിയുടെ ഖൈർ നിഷേധിക്കപ്പെട്ടാൽ, നഷ്ടപ്പെട്ടു പോയാൽ, ഫഖദ് ഹുരിമ,
അവനെല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് വരുന്ന മാസം അതിമനോഹരമായിരിക്കണം. ഇതൊക്കെ മനസ്സിലുണ്ടാവണം. നല്ല നീയത്തോടെ, നല്ല ഹിമ്മത്തോടെ ഇൻഷാ അല്ലാഹ് ഇബാദത്തുകൾ കൊണ്ട്, അമലുകൾ കൊണ്ട് ഖൽബും വീടും പള്ളിയും അലങ്കരിക്കുന്ന രീതിയിലാവണം അടുത്ത റമദാൻ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.